ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അഭിമന്യൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മലയാളത്തിലെ കവികളും അവരുടെ തൂലികാ നാമങ്ങളും എന്ന ടോപ്പിക്കാണ്. നമുക്ക് തുടങ്ങാം. പ്രേംജി എന്നറിയപ്പെടുന്നത് MP ഭട്ടതിരിപ്പാടാണ്. പ്രേംജി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MP ഭട്ടതിരിപ്പാട്. അക്കിത്തം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് അച്യുതൻ നമ്പൂതിരിയാണ്. പ്രേംജി എന്ന പേരിൽ അറിയപ്പെടുന്നത് MP ഭട്ടതിരിപ്പാട്. അക്കിത്തം എന്ന പേരിൽ അറിയപ്പെടുന്നത് അച്യുതൻ നമ്പൂതിരിയാണ്. അടുത്തത് അഭയദേവ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് അയ്യപ്പൻ പിള്ളയാണ്. അഭയദേവ് അയ്യപ്പൻ പിള്ള. ആനന്ദ് P സച്ചിദാനന്ദൻ. ആനന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നത് P സച്ചിദാനന്ദനാണ്. അഭയദേവ് അയ്യപ്പൻ പിള്ളയും ആനന്ദ് P സച്ചിദാനന്ദനുമാണ്. ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് K ശ്രീകുമാറാണ്. ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് K ശ്രീകുമാറാണ്. ഇടമറുക് എന്ന പേരിൽ അറിയപ്പെടുന്നത് TC ജോസഫ്. ഇടമറുക് TC ജോസഫാണ്. MP അപ്പൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് M പൊന്നപ്പനാണ്. MP അപ്പൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് M പൊന്നപ്പനാണ്. ഇടമറുക് TC ജോസഫ്, MP അപ്പൻ, M പൊന്നപ്പൻ, ആശാമേനോൻ, K ശ്രീകുമാർ. ആശാമേനോൻ എന്ന തൂലികാനാമം K ശ്രീകുമാറിൻ്റേതാണ്. അടുത്തതായിട്ട് MN പാലൂർ. ഈ തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് മാധവൻ നമ്പൂതിരിയാണ്. MN പാലൂർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് മാധവൻ നമ്പൂതിരി. MRB. MRB എന്ന തൂലികാനാമം MR ഭട്ടതിരിപ്പാടിൻ്റേതാണ്. MRB എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MR ഭട്ടതിരിപ്പാടാണ്. ഇടശ്ശേരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഗോവിന്ദൻ നായരാണ്. ഇടശ്ശേരി എന്ന തൂലികാനാമം ഗോവിന്ദൻ നായരുടേതാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KK നീലകണ്ഠനാണ്. ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KK നീലകണ്ഠൻ. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. ഇന്ദുചൂടൻ KK നീലകണ്ഠൻ, ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KM മാത്യൂസ് ആണ്. ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KM മാത്യൂസ്. ഒളപ്പമണ്ണ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ്. ഒളപ്പമണ്ണ എന്ന തൂലികാനാമം സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. അടുത്തത് പവനൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PV നാരായണൻ നായരാണ്. പവനൻ PV നാരായണൻ നായർ. അടുത്തത് പുളിമന എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് പുളിമന പരമേശ്വരൻ പിള്ളയാണ്. പുളിമന പരമേശ്വരൻ പിള്ള. തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് P കുഞ്ഞനന്ദൻ നായരാണ്. തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് P കുഞ്ഞനന്ദൻ നായർ. തോപ്പിൽ ഭാസി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഭാസ്കരൻ പിള്ളയാണ്. തോപ്പിൽ ഭാസി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഭാസ്കരൻ പിള്ള. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PC ഗോപാലൻ. നന്ദനാർ PC ഗോപാലൻ. തിക്കോടിയൻ P കുഞ്ഞനന്ദൻ നായരാണ്. തോപ്പിൽ ഭാസി എന്നറിയപ്പെടുന്നത് ഭാസ്കരൻ പിള്ളയാണ്. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PC ഗോപാലൻ. പാറപ്പുറത്ത് എന്ന തൂലികാനാമം KE മത്തായിയുടേതാണ്. പാറപ്പുറത്ത് KE മത്തായി. പമ്മൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് RP പരമേശ്വര മേനോനാണ്. പമ്മൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് RP പരമേശ്വര മേനോൻ. P എന്ന തൂലികാനാമം P കുഞ്ഞിരാമൻ നായരാണ്. P എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായർ. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് മാധവൻ നായർ. മാലി എന്ന തൂലികാനാമം മാധവൻ നായർ. മാധവ് എന്ന തൂലികാനാമം P മാധവൻ നായരാണ്. മാലി മാധവൻ നായരാണ്. മാധവ് P മാധവൻ നായരാണ്. മൂലൂർ എന്ന തൂലികാനാമം മൂലൂർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് A പരമേശ്വര പണിക്കർ. മൂലൂർ എന്ന തൂലികാനാമം A പരമേശ്വര പണിക്കരുടേതാണ്. മലബാറി KB അബൂബക്കർ. മലബാറി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KB അബൂബക്കറാണ്. സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MR നായർ. സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MR നായറാണ്. സരസകവി മൂലൂർ S പത്മനാഭ പണിക്കർ. സരസകവി മൂലൂർ എന്നറിയപ്പെടുന്നത് S പത്മനാഭ പണിക്കരാണ്. നമ്മൾ നേരത്തെ മൂലൂർ പഠിച്ചിരുന്നു. A പരമേശ്വര പണിക്കരാണ്. ഇത് സരസകവി മൂലൂർ എന്നറിയപ്പെടുന്നത് S പത്മനാഭ പണിക്കരാണ്. വിലാസിനി
എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MK മേനോൻ. വിലാസിനി എന്ന തൂലികാനാമം MK മേനോൻ്റേതാണ്. VKN എന്ന തൂലികാനാമം VK നാരായണൻ നായരുടേതാണ്. VKN VK നാരായണൻ നായർ. കപിലൻ എന്ന തൂലികാനാമം K പത്മനാഭൻ നായർ. കപിലൻ K പത്മനാഭൻ നായർ. കാനം എന്ന തൂലികാനാമം EJ ഫിലിപ്പാണ്. കപിലൻ K പത്മനാഭൻ നായർ. കാനം EJ ഫിലിപ്പിൻ്റെ തൂലികാനാമമാണ്. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ജോർജ് വർഗീസ് ആണ്. ജോർജ് വർഗീസ് കാക്കനാടൻ. കുറ്റിപ്പുഴ എന്ന തൂലികാനാമം കൃഷ്ണപിള്ളയുടേതാണ്. കൃഷ്ണപിള്ളയുടെ തൂലികാനാമമാണ് കുറ്റിപ്പുഴ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് VV അയ്യപ്പൻ. കോവിലൻ VV അയ്യപ്പൻ. കാക്കനാടൻ ജോർജ് വർഗീസ്, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, കോവിലൻ VV അയ്യപ്പൻ. കട്ടക്കയം എന്ന തൂലികാനാമം ചെറിയാൻ മാപ്പിളയുടേതാണ്. കട്ടക്കയം ചെറിയാൻ മാപ്പിള. കേസരി എന്ന തൂലികാനാമം ബാലകൃഷ്ണ പിള്ളയുടേതാണ്. കേസരി ബാലകൃഷ്ണ പിള്ള. ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് C ഗോവിന്ദ പിഷാരടി. ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് C ഗോവിന്ദ പിഷാരടി. ചങ്ങമ്പുഴ എന്ന തൂലികാനാമം കൃഷ്ണപിള്ളയുടേതാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. NK ദേശം N കുട്ടിക്കൃഷ്ണ പിള്ളയുടേതാണ്. NK ദേശം എന്ന തൂലികാനാമം N കുട്ടിക്കൃഷ്ണ പിള്ളയുടേതാണ്. NV എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് NV കൃഷ്ണ വാര്യർ. NV കൃഷ്ണ വാര്യറാണ്. കേരള PSCയുടെ മത്സര പരീക്ഷകളിൽ മലയാളം എന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാൻ 100% ചാൻസുള്ള ചോദ്യമാണ് നമ്മളിന്ന് പഠിച്ചത്. തൂലികാനാമങ്ങളും കവികളും. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം.